പ്രവാചകന്റെ ധാരാളം സ്വഭാവ സവിശേഷതകൾ സഹാബാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്നാമതായി കൊണ്ട് നമുക്ക് ഹദീസുകളിൽ കാണാം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞാൻ 10 വർഷം ഖിദ്മത്ത് ചെയ്തുകൊണ്ട്, സേവനം ചെയ്തുകൊണ്ട് പ്രവാചകന്റെ കൂടെ ഞാൻ കൂടിയിരുന്നു. എന്നാൽ പ്രവാചകൻ എന്നോട് ഫമാ ഖാല ലീ ഉഫിൻ ഖത്തു, ഒരിക്കലും ഛേ എന്നൊരു വാചകം പോലും പറഞ്ഞിട്ടില്ല, മറുത്ത് സംസാരിച്ചിട്ടില്ല. വെറുപ്പ് തോന്നുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ എന്നോട് സംസാരിച്ചിട്ടില്ല. വമാ ഖാല ലീ ഷൈഇൻ സനഅതുഹു ലിമ സനഅതഹു, ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അതെന്തിനാണ് നീ ചെയ്തത് എന്ന് പോലും ചോദിക്കാറുണ്ടായിരുന്നില്ല. വലാ ലി ഷൈഇൻ തറക്തുഹു ലിമ തറക്തുഹു, ഞാനൊരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നീ അതെന്ത് ചെയ്യാഞ്ഞത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിരുന്നില്ല. അത്രത്തോളം ഒരാൾക്ക് വെറുപ്പ് വരുന്ന രൂപത്തിലുള്ള ചെറിയ സംസാരം പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ്. വകാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഹ്സനിൻ നാസി ഖുലുഖാ, പ്രവാചകനായിരുന്നു ജനങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവൻ. പ്രവാചകനായിരുന്നു ഏറ്റവും നല്ല ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള സ്വഭാവമുള്ളവരായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹം പറയുമ്പോൾ, സഹോദരന്മാരെ, നമ്മുടെ സ്വഭാവം പ്രവാചകന്റെ സ്വഭാവം പോലെയാവേണ്ടതുണ്ട്. പ്രവാചകനെ കഴിയുന്നത്ര അനുധാവനം ചെയ്യാൻ, എങ്ങനെയൊക്കെ പ്രവാചകനെ പിൻപറ്റാൻ സാധിക്കുമോ, ഒരാളെ ചീത്ത വിളിക്കുമ്പോ, ഒരു ചങ്ങാതി എന്നെ ചീത്ത വിളിക്കുമ്പോ തിരിച്ച് നല്ല രൂപത്തിൽ പെരുമാറാൻ നമുക്ക് സ്വാധീനം നൽകേണ്ടത് പ്രവാചകനെ അടുത്തറിഞ്ഞതായിരിക്കണം.